നമസ്കാരം. 2019 സ്മൃതി ഇറാനിയോട് 55,000 വോട്ടുകൾക്ക് തോറ്റ രാഹുൽ ഗാന്ധി വാരണാസി മണ്ഡലത്തിൽ നിന്നും ഒരു രാത്രിക്കൊന്നോണം രക്ഷപ്പെട്ട് ഇറ്റലിയിലേക്ക് പറന്നു. അവിടെ കുറച്ചു മാസം കറങ്ങി നടന്ന് വീണ്ടും തെരഞ്ഞെടുപ്പായപ്പോൾ ഭാരതത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് അമേഠിയിൽ മത്സരിക്കാനിരുന്നപ്പോഴാണ് അവിടെ സ്മൃതി ഇറാനിയെ BJP കളത്തിലിറക്കുന്നത്. അതോടുകൂടി രാഹുൽജി ആകെ പേടിച്ച് ഒരു പരുവത്തിലായിപ്പോയി. സ്മൃതി ഇറാനിയോട് മത്സരിച്ചാൽ ഉറപ്പായും താൻ തോൽക്കുമെന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. അതുപോലെ വൻ തോൽവി തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി അമ്മയായ സോണിയാഗാന്ധിയോട് പറഞ്ഞു, അബ് ഹം ക്യാ കരേംഗെ മാതാശ്രീ എന്ന്. അപ്പോൾ മാതാശ്രീ പറഞ്ഞു, ഡർനെ കി കോയി ബാത് നഹീ ഹൈ, ഹം കുച്ച് കരേംഗെ എന്ന്. അങ്ങനെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് ഒക്കെ കൂടി ആലോചിച്ചു. അങ്ങനെ അവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. നമുക്ക് രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ ജില്ലയായ വയനാട്ടിലേക്ക് വിടാം. വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകാൻ അങ്ങനെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ UDFന്റെ പ്രയത്നം കൊണ്ട് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു. അങ്ങനെ രാഹുൽ ഗാന്ധി MP ആയി നേരെ ഡൽഹിയിലേക്ക് എത്തി. അതിനുശേഷം വീണ്ടും അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ 2024 വീണ്ടും രാഹുൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായപ്പോൾ BJP അവിടെ K സുരേന്ദ്രനെ ഇറക്കി കളിച്ചു. വയനാട്ടിൽ K സുരേന്ദ്രന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും വന്നുകൊണ്ടേയിരുന്നു. അത് രാഹുലിനെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് മോദി ഉൾപ്പെടെ വയനാട്ടിൽ പ്രചാരണത്തിനിറങ്ങി. അത് രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് മോദി വയനാട്ടിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏപ്രിൽ 26 ശേഷം വീണ്ടും രാഹുൽ ഗാന്ധി മറ്റൊരു സീറ്റിൽ മത്സരിക്കുമെന്ന് അന്ന് മോദി പറഞ്ഞു. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കോൺഗ്രസ് പ്രസ്താവിച്ചിരിക്കുകയാണ്. 2024 അവിടെ നിന്ന് തോറ്റാൽ മുഖം നഷ്ടപ്പെടുമെന്ന് കരുതി രാഹുൽ ഗാന്ധി ആ മണ്ഡലം ഉപേക്ഷിച്ച് ഓടി ഒളിക്കുകയാണ്. പകരം തൊട്ടടുത്തുള്ള അമ്മ സോണിയാഗാന്ധി ജയിക്കുന്ന മണ്ഡലമായ റായ്ബറേലിയിൽ അഭയം തേടിയിരിക്കുകയാണ്. വയനാട്ടിൽ സ്വന്തം സഖ്യകക്ഷിയായ ഇന്ത്യ മുന്നണിയിലെ CPM സ്ഥാനാർത്ഥിയായ ആനി രാജയ്ക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി എന്തിനാണ് ഇനി റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ തമാശകൾ തുടരുന്നതും രാഷ്ട്രീയ നിരീക്ഷകന്മാർ ചോദിക്കുന്നതും. ഇതിൽ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ കുടുംബത്തെ അധികാര രാഷ്ട്രീയത്തിൽ നിന്നും സോണിയാഗാന്ധിയും രാഹുലും കൂടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് മാത്രം സീറ്റ് നൽകാൻ തീരുമാനമുണ്ടായിരുന്നു എങ്കിലും അത് വേണ്ടെന്ന് വിചാരിച്ചു. പ്രിയങ്കയുടെ ഭർത്താവായ അഴിമതിക്കാരൻ എന്ന പേര് കേട്ട ആളാണ് റോബർട്ട് വധേര. 2ാം UPA സർക്കാരിന്റെ കാലത്ത് ആയുധ ഇടപാടിലൂടെയും മറ്റും ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കഴിപ്പിച്ച ആൾ കൂടിയാണ് റോബർട്ട് വധേര. അദ്ദേഹം വാരണാസിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് കൂടിയും കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പകരം രാഹുലിനെയാണ് അവിടെ മത്സരിപ്പിച്ചത്. ഇതോടെ പ്രിയങ്ക പക്ഷം കോൺഗ്രസിൽ അധികാരപക്ഷത്തു നിന്നും പിഴുതെറിയപ്പെടുകയായിരുന്നു. രാഹുൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് വയനാട്ടിൽ തോൽവി സമ്മതിച്ചതാണോ, എന്തിനാണ് റായ്ബറേലിയിലേക്ക് ഓടിയത്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്.